യോഗ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരൊറ്റ യോഗ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഒത്തിരി ചേഞ്ചസ്, ബെനിഫിറ്റ്സ് നിങ്ങൾ അനുഭവിച്ചറിയും. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഹായ്, അമലു സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതേ, തടിയുള്ളവർക്കും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഇച്ചിരി പ്രായമായവരാണ്, അവരുടെയൊക്കെ തടി എങ്ങനെ കുറയ്ക്കുക, നമ്മുടെ അരക്കെട്ടിൽ അടിഞ്ഞുകൂടിക്കുന്ന ഫാറ്റ്, അതുപോലെ സൈഡിലെ ഫാറ്റ്, അതായത് മൊത്തത്തിൽ നമ്മളുടെ ചാടിക്കെടുക്കുന്ന വയറുകൾ ഒക്കെ ഉള്ളവർ ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് വയറ് കൂടുതലായിട്ട് ഇങ്ങനെ എന്താ പറയുക, മടങ്ങി മടങ്ങി ഇങ്ങനെ കിടക്കുന്ന വയറുള്ളവർക്കൊക്കെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ തറയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, അതേപോലെ യോഗ, അതേപോലെ കുറച്ച് ടിപ്സ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് ഇച്ചിരി ലോങ് ആയി പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കണം, ഞാൻ എല്ലാം കൂടെ പറയുന്നതുകൊണ്ടാണ്. എക്സസൈസുകൾ 2-3 ഞാൻ കാണിക്കുന്നുള്ളൂ, പിന്നെ ഒരു യോഗ, അതേപോലെ ടിപ്സും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ തടി വെക്കുന്നതിൻ്റെ പ്രധാന കാരണേ മധുരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ തടിച്ച് വരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ മധുരം കുറയ്ക്കുക. പിന്നെ നമ്മൾ 7 മണി കൂടി വന്ന 7:30 അതിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം. അപ്പോഴാണ് നമ്മളുടെ ഭക്ഷണം ദഹിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ബോഡി ഉറങ്ങാറാകുമ്പോഴത്തേന് അത് ദഹിച്ച്, അതായത് നമ്മൾ 7:30 ഭക്ഷണം കഴിച്ചാൽ 8 മണിയാകുമ്പോഴത്തേനും നമ്മൾക്ക് എടുക്കില്ല. നമ്മളെ ജോലിയുടെ കാര്യങ്ങളും മറ്റുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായവരാണെങ്കിലും മറ്റ് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി 10 മണിയായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ദഹിക്കണം. അപ്പോഴാണ് നമ്മളുടെ ദഹിച്ചിട്ടുള്ള വർക്കുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ. അപ്പോൾ ആ ക്ലീനിങ്ങും മറ്റുള്ള റിപ്പയറിങ്ങും ഒക്കെ നടന്ന് വരുമ്പോഴത്തേലും നേരം വെളുക്കുള്ളൂ. അപ്പം നമ്മളുടെ ബോഡി റെസ്റ്റിലാണെങ്കിലും ഉള്ളിൽ ഈ റെസ്റ്റിന് മുമ്പ് ദഹനം നടന്നു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പ്രക്രിയകൾ നടക്കുന്നത്, സ്മൂത്ത് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നേരം വെളുത്ത് എണീറ്റ് നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേനും നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്, റെസ്റ്റിലാണ്. എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ലേറ്റ് ആയിട്ടാണോ 9 മണി 10 മണിയായിട്ടാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എക്സസൈസോ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല, നമ്മൾ ടയർഡായി അങ്ങനെ പോയി കിടന്ന് ഉറങ്ങുന്നു. എന്നതിന് ശേഷം നമ്മൾ ഉറങ്ങുന്ന ആളിലെ ശരീരത്തിൽ ദഹന പ്രക്രിയ വളരെ സ്ലോവിലാണ് നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിൽ കൂടെ ഒന്ന് പറയാണ്. വളരെ സ്ലോവിലായിരിക്കും ദഹന പ്രക്രിയ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമുള്ള ക്ലീനിങ്ങും അല്ലെങ്കിൽ റിപ്പയറിങ്ങും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും അതായത് ഡാമേജുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ അവയവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പയറിങ് നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കാനുള്ള സമയം വളരെ കുറവാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരം വെളുത്തു നമ്മൾ അടുത്ത ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ആ പ്രക്രിയ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, അതായത് പൂർണ്ണമാവുന്നില്ല ആ പ്രക്രിയകൾ. അതിനു മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർക്ക് നടക്കുകയാണ്, ദഹിക്കാനുള്ള പ്രവർത്തനം. അപ്പം നമ്മളുടെ ആദ്യത്തെ വർക്ക് തന്നെ പെൻഡിങ് ആണ്, അടുത്തതും പിന്നെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് വരുന്ന ക്ലീനിങ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലഞ്ച് ബ്രേക്കായി, ലഞ്ച് കഴിക്കാൻ തുടങ്ങായി. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ശരീരം ആകെ നമ്മൾ എന്താ പറയുക, കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ശരീരം വീക്കാവും. അത്രയും വർക്കാണ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ക്ഷീണിക്കും. അപ്പം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അപ്പം ഇത് വരാതിരിക്കാൻ നമ്മൾ 7 മണി 7:30 ഉള്ളിൽ ഭക്ഷണം കഴിക്കുക. അല്ലാത്തവർ ഇപ്പോൾ നൈറ്റ് ജോലി ഉള്ളവർ, ലേറ്റായി വരുന്ന ആൾക്കാർക്കൊക്കെ ലൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എപ്പോഴും നൈറ്റ് ലഘു ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതല്ല ലേറ്റ് ആയവർ കുറച്ചും കൂടെ ലേറ്റായിട്ട്, അതായത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ലേറ്റായിട്ട് കഴിക്കുന്നവർ ഒരു കഷ്ണം ഇഞ്ചി കടിച്ച് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തനിയെ കടിച്ച് ചവയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഉപ്പ് കൂട്ടി കഴിക്കുക, അങ്ങനെയാണെങ്കിലും കഴിക്കാം. അപ്പോൾ അത് കഴിക്കുക. ദഹനം പ്രക്രിയ വേഗം, ഇഞ്ചിക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി കഴിച്ചിട്ട് കിടക്കുക. അതല്ലെങ്കിൽ നമ്മൾ സ്ലോവിലി നമ്മളെ വീടിൻ്റെ മുന്നിലൂടെയോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലെ റോഡിലൂടെയോ അങ്ങനെ സ്ലോവിലി ഒന്ന് നടക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ പ്രായമുള്ളവരൊക്കെ മുമ്പെയൊക്കെ പറയും, അത്താഴം കഴിഞ്ഞ് അരമണിക്കൂർ ഉലാത്തറന്ന്, അതും കൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. അത് കറക്റ്റാണ്. ആ ഉലാത്തൽ നമ്മൾ അതേപോലെ തന്നെ സ്ലോവിൽ, അതാണ് ഉലാത്ത എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ലോവിലി ജോഗിങ്ങിന് പോണ പോലെ നടക്കുകയല്ല, സ്ലോവിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മളുടെ മുറ്റത്ത് നടന്നാലും മതി. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് നടന്നതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങാനുള്ള
പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഇതേ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതും ഇച്ചിരി നേരം വൈകിയാലുള്ള ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ വലിയ, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ അധികം മാറ്റങ്ങൾ വരുന്നില്ല, ഏകദേശം ഒരേ ലെവലിൽ പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ അടുത്തത് പറയാനുള്ളത്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏത് ഫുഡും ആവട്ടെ അതിൻ്റെ കലോറി നോക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചോറെടുത്ത് കഴിക്കാതെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കുക. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സവാള ഏറ്റവും നല്ലതാണ് നമ്മളുടെ ബോഡിക്ക്. സവാള, കുക്കുംബർ, ഇങ്ങനത്തെ ഐറ്റംസ്, തക്കാളി ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പിടി നട്ട്സ്, ഒരു പിടി ഉദ്ദേശിച്ചത് അതിൽ ബദാമാവാം, ഈ ഗ്രൗണ്ട് നട്ട് അതായിരിക്കാം. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മുളപ്പിച്ച കടല, ചെറുപയർ അങ്ങനത്തെ അതാണെങ്കിലും ഒരു പിടി, എല്ലാം മിക്സ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ഒരു പിടി കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഫുഡിലേക്ക്, അതായത് ചോറാണോ ചപ്പാത്തിയാണോ അതെന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. അപ്പം നമ്മൾ ഇത് രണ്ടും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വയറ് ഫില്ലായിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡയബറ്റീസിൻ്റെ ആണെങ്കിലും ഈ ഫാറ്റ് ഫുഡിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും. തടി കൂടുന്നതിനും അതേപോലെ നമ്മളുടെ ഫാറ്റ് കൂടുന്നതിനൊക്കെ നമുക്ക് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും, ഷുഗർ വരുന്നതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് അസുഖങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി എക്സസൈസിലേക്ക് കിടക്കാം. നമ്മൾ പ്രായമുള്ളവർക്ക്, നിന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് കാല് ഇതേപോലെ അകത്തി വെക്കാം. അതിനുശേഷം നമ്മൾ ഒന്ന് നടു നിവർത്തി ഇരുന്നതിന് ശേഷം കൈ പൊന്തിക്കുക, തറയിൽ മുട്ടിക്കുക. ഇതേപോലെ കൈ ഒന്ന് കോർത്ത് പിടിച്ചിട്ട് ഇതേപോലെ, ഇപ്പം നമ്മളുടെ വയറിങ്ങനെ കുനിയുമ്പോൾ ഇത്രയും ഇങ്ങനെ മടങ്ങി നിവർന്ന് ഇത് നല്ല എക്സസൈസാണ് വയറ് ചാടിയവർക്ക് പോകാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ കൈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അതായത് നിങ്ങൾ ഫ്രണ്ടിലേക്കല്ല, സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അതായത് സൈഡിലൂടെ കൊണ്ടുവന്ന് തറയിൽ തൊടുക, അതായത് നമ്മുടെ കാലിൻ്റെ സൈഡ് ഭാഗത്ത് തൊടുക. അപ്പോൾ സൈഡ് ഫാറ്റ് കുറയാനുള്ള ഏറ്റവും നല്ല എക്സസൈസാണ് കേട്ടോ ഇത്. അപ്പോൾ 2 എക്സസൈസാണ് ഞാൻ ചെയറിലിരുന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്, ഫ്രണ്ടിലേക്കും ഇരുവശങ്ങളിലേക്കും. അപ്പോൾ ഓരോ എക്സസൈസും ഒരു 20 ടൈംസ് ചെയ്യുക, ഒരു 3 നേരം വെച്ചിട്ട് കേട്ടോ. ഇത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. വളരെ റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. ഒപ്പം ഞാൻ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബെഡിലിരുന്ന് ഒരു യോഗ ചെയ്യാവുന്നതാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ പ്രാണായാമത്തിലിരുന്നുകൊണ്ട്, അതായത് തറയിലിരിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാം, അല്ലാത്തവർക്ക് ബെഡിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് കാല് തറയിൽ, അതായത് താഴെ ഇട്ടുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇരുന്നുകൊണ്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്, ഈ യോഗയുടെ പേരാണ് കപാൽഭാതി. ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളുടെ ഫാറ്റൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റിയൊരു യോഗയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്വാസം മൂക്കിലൂടെ വിട്ടുകൊണ്ടിരിക്കുക. 1 മിനിറ്റിൽ 60 സ്ട്രോക്ക് ശ്വാസം, അതായത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് 2 മെത്തേഡിൽ ചെയ്യാം. സ്ലോവിൽ വേണമെങ്കിൽ ചെയ്യാം, സ്പീഡിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. സ്റ്റാർട്ടിങ് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം നിങ്ങൾ കൂട്ടിക്കൊണ്ടു വരിക. അപ്പോൾ ഇതേപോലെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ണ് അടച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട്. ഇതേപോലെ ഒരു 5 മിനിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ അനുഭവിക്കും. ഇത് നല്ല റിസൾട്ടാണ്. അതായത് നമ്മളിത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ വയറിനാണ്. അപ്പോൾ വയറിലൊക്കെ അരയിലൊക്കെ കെട്ടി നിൽക്കുന്ന ഫാറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റിയ ഏറ്റവും നല്ല യോഗയാണിത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പോകും. അപ്പോൾ നിങ്ങൾ രാവിലെ ഇത് ചെയ്യേണ്ടത് ഏറ്റവും ഉത്തമമായ ടൈം രാവിലെയാണ്. അതായത് രാവിലെ എണീറ്റ് വന്നാൽ ഒരിച്ചിരി തണുത്ത വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഫ്രഷ് ആവുമല്ലോ, ബാത്റൂമിലൊക്കെ പോയി അതിന് ശേഷം, അല്ലാതെ ഓടി വന്ന് ബെഡിൽ നിന്ന് ഇറങ്ങി വന്നതും ചെയ്യരുത്. നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് ഇരിക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ്
വെറും വയറ്റോടെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ സാധാരണ യോഗ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പല്ലേ ചെയ്യുക, ആ ടൈമിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം അത് ചെയ്താൽ മതി. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു യോഗയാണ് ഇത്, കപാൽഭാതി. അപ്പം ഇതൊന്ന് ചെയ്തു നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. നമ്മളുടെ അരയിലെ സൈഡിലെ അതേപോലെ വയറിൽ ചാടിക്കിടക്കുന്ന ഫാറ്റ്, ഇതൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റിയ യോഗയാണ്. ഇനി അടുത്ത എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. നിവർന്ന് ഇരുന്നു കൊണ്ട് കൈപാദങ്ങൾ ഇരു സൈഡിലുകളായിട്ട് അമർത്തിക്കൊണ്ട് നമ്മൾ ബട്ടക്സിൽ ഇരുന്നു കൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. കാൽമുട്ടുകളും ബട്ടക്സും നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ കാലുകൾ വൈഡ് ആവാതെ ശ്രദ്ധിക്കുക. കാലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് നടത്തുക. കാലുകൾ മടക്കി നിവർത്തുക. ഈ മടക്കി നിവർത്തുന്നത് നമ്മുടെ നെഞ്ചിനോട് ചേർത്തിട്ടാണ് നിവർത്തേണ്ടത്. നിങ്ങൾക്ക് എത്ര മാത്രം നെഞ്ചിനോട് ചേർക്കാൻ പറ്റുമോ അത്രത്തോളം നെഞ്ചിനോട് ചേർക്കുക. പയ്യെ പയ്യെ, അതായത് ചെയ്ത് ചെയ്ത് നമുക്ക് നെഞ്ചിനോട് ചേർത്ത് വരാനും പറ്റും. അപ്പോൾ ചിലവർക്ക് ഇത്തിരി തടി കൂടുതലുള്ളവർക്കോ കാല് മടങ്ങാത്തവർക്കൊക്കെ അത്ര വരില്ല. പക്ഷെ പേടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ പതിയെ പതിയെ വന്നോളും. ഈ എക്സസൈസ് ഒരു 60 ടൈംസ് വരെ ചെയ്യാം. അത് 2 നേരം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ വളരെ നല്ല ഒരു എക്സസൈസാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് 60-ലൊന്നും നിർത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും ഫ്ലെക്സിബിൾ ആവും നമ്മളുടെ ഈ ഒരു എക്സസൈസ്. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, അപ്പോൾ സ്ലോവിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്പീഡ് കൂട്ടി ചെയ്യാം. ഈ ഒരു പോസ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരാം. എത്ര നേരം നിങ്ങൾക്ക് ഇതേപോലെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വയറിലേക്കൊക്കെ നല്ലൊരു ഫിറ്റ്നസ് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് എന്താ പറയുക, വേദന വരുന്ന ഒരു കടച്ചിലൊക്കെ അനുഭവപ്പെടും. ഇത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ അത് നമ്മൾ എക്സസൈസിന്റെ റിസൾട്ട് ഫുള്ളും നമുക്ക് വയറിലേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ വയറിന് അത്രയും ഒരു ഫിറ്റ്നസ്, ഒരു കടച്ചിൽ, ഒരു വേദനയൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസോടും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് ഈ സൈഡിലെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും തൂങ്ങിക്കിടക്കുന്ന വയറ് കുറയ്ക്കാനും ഒക്കെ ഏറ്റവും ബെറ്റർ എക്സസൈസും യോഗയും ഒക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് നിങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്രായമായവർക്ക് തറയിലിരുന്ന് യോഗ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയറിലിരുന്ന് ബെഡിലിരുന്ന് ചെയ്യുന്ന യോഗയെക്കുറിച്ച്, എക്സസൈസിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗയാണ് കപാൽഭാതി. ഇത് എന്താ പറയുക, എക്സസൈസ് ചെയ്യാൻ, യോഗ ചെയ്യാൻ സമയമില്ല, ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർ 3 ആഴ്ച ചെയ്ത് നോക്കും. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇത് ശ്വാസം ഇങ്ങനെ വിടുന്ന പ്രക്രിയയാണ് ഈ കപാൽഭാതി. അതായത് നിങ്ങൾക്ക് സ്പീഡിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ സ്ലോയിൽ വേണമെങ്കിലോ ചെയ്യാം. ഇത് നമ്മുടെ വയറിനാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഗ്യാസ്, ബ്ലഡ് പ്രഷർ, ഹീമോഗ്ലോബിൻ കൂട്ടാൻ, ഫാറ്റി ലിവറുകാർക്ക് അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ്. അതേപോലെ നമ്മളുടെ മുഖത്തിനൊരു പ്രത്യേക ഗ്ലോ വരാൻ തുടങ്ങും. ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരു യോഗ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തുടർന്ന് ചെയ്യും. അത് കുറച്ച് ദിവസം ചെയ്താലാണ് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാലാണ് നിങ്ങൾ അത് തുടർന്ന് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്യും. സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ് ചെയ്യാൻ ശേഷം ഒരു 10 മിനിറ്റ് തുടർച്ചയായിട്ട് നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ സമയം കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും റിസൾട്ടാണ് ഈ കപാൽഭാതി യോഗാസനത്തിന്. അത് നമ്മളുടെ ലിവറിനും പാൻക്രിയാസിനും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്. ഈവൻ കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്ക് വരെ ആണെങ്കിലും ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വീക്കാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കപാൽഭാതി യോഗാസനത്തിലൂടെ നമ്മുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ഫാറ്റ് ഇല്ലാതെയാക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.